ദുരിതാശ്വാസ നിധി കേസിൽ മുഖ്യമന്ത്രിക്ക് താൽക്കാലിക ആശ്വാസം. കേസ് പരിഗണിക്കാമോ എന്നതിൽ ഭിന്നവിധിയുമായി ലോകായുക്ത. മന്ത്രിസഭാ തീരുമാനം ലോകായുക്തയ്ക്ക് പരിശോധിക്കാമോ എന്നതിൽ ജഡ്ജിമാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം. കേസ് ഫുൾ ബെഞ്ചിന് വിട്ടു. സമ്മർദ്ദം ചെലുത്തി കേസ് നീട്ടാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം. 2019 മറ്റൊരു ലോകായുക്ത ഫുൾ ബെഞ്ച് പരാതി നിലനിൽക്കുമെന്ന് വിധിച്ച കേസിലാണ് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ റഷീദും അടങ്ങിയ പുതിയ ബെഞ്ച് അതേ നിയമപ്രശ്നത്തിൽ ഭിന്നത പറഞ്ഞ് കേസ് ഫുൾ ബെഞ്ചിന് വിട്ടത്. അതും ഹർജി നൽകി 4.5 വർഷങ്ങൾക്ക് ശേഷം. മന്ത്രിസഭാ തീരുമാനം പരിശോധിക്കാൻ ലോകായുക്തയ്ക്ക് സാധിക്കുമോ എന്നതിലാണ് ഇരുവർക്കും ഭിന്നാഭിപ്രായം. ഉപലോകായുക്ത മാത്യു പി ജോസഫ് കൂടി അടങ്ങുന്ന 3-അംഗ ബെഞ്ച് പിന്നീട് കേസ് പരിഗണിക്കും. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഹർജിക്കാരന്റെ തീരുമാനം. എന്ത് സമ്മർദ്ദം ചെലുത്തിയും കേസിനെ നീട്ടിക്കൊണ്ടുപോകുക എന്നൊരു സ്ട്രാറ്റജി നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. അത് ലാവ്ലിൻ കേസിലൂടെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇനിയും ഈ കേസിനെ 3-അംഗ ബെഞ്ചിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സമയബന്ധിതമായി ഈ കേസ് ഹിയർ ചെയ്യണം. എനിക്ക് നീതി കിട്ടണം. ഞാൻ 5 വർഷത്തിന് മുമ്പ് കേസാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടിയന്തരമായി തന്നെ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിക്കും. സമയബന്ധിതമായി ഈ കേസ് തീർക്കാൻ ശ്രമിക്കും. സമയബന്ധിതമായി 3-അംഗ ബെഞ്ച് വീണ്ടും വിശദമായ വാദം കേട്ട ശേഷമാകും ഇനി വിധിയുണ്ടാവുക. ഇത് നിയമ നടപടികൾ വീണ്ടും വൈകാൻ വഴിയൊരുക്കും. അന്തരിച്ച ഉഴവൂർ വിജയൻ, കെ രാമചന്ദ്രൻ MLA എന്നിവരുടെ കുടുംബത്തിനും കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച പോലീസുകാരന്റെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകിയതിനെതിരെയായിരുന്നു ഹർജി. ഇത് അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.